യഥാർത്ഥത്തിൽ ഇവന്റെ ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ എന്തെങ്കിലും വിഷമം വല്ലതും തോന്നിയോ നാട്ടുകാർ? ഇല്ല, ആർക്കും വിഷമമില്ല. എല്ലാവർക്കും സന്തോഷം, ഹാപ്പി. ഈ വഴിയിലോട്ട് ആരും വരത്തില്ല ഇവനെ പേടിച്ച്. ഇപ്പൊ എപ്പോഴും വെള്ളമടിച്ച് നിൽക്കും, കഞ്ചാവടിച്ചിരിക്കുന്നില്ലേ. പിന്നെ ഓടിച്ച അമ്മ കാൽ രണ്ടും ഓപ്പറേഷൻ ചെയ്തതാ. ഇവൻ വലിച്ചെടുത്തിട്ട് കഴുത്തേ കിടന്ന് മാല പൊട്ടിച്ചോണ്ട് ഒരു കേസുണ്ടായിരുന്നു. ഇത് മാമന്റെ മോനാന്ന് പറഞ്ഞു, അതേ അറിയത്തുള്ളൂ. പിന്നെ അവര് തമ്മിൽ നടന്നത് പക്ഷെ നമുക്ക് അറിഞ്ഞില്ല. വേലി ചാടുന്നവന് കോലുകൊണ്ട് മരണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സാധാരണ പറയുന്നതാണ്. ഇപ്പോഴെന്താണ് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഞാൻ പറഞ്ഞതെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. കൊല്ലത്ത് കടപ്പക്കടയിൽ മധു എന്ന ഒരു 55 വയസ്സുകാരനെ മദ്യപാനത്തിനിടയിൽ ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഈ കാണുന്ന വീട്ടിൽ അവിടെ സംഭവം നടന്നത്. ഇവിടെ വെച്ച് സുഹൃത്തായ ഗോവൻ കുത്തിക്കൊലപ്പെടുത്തി. അത് കുത്തെന്ന് പറഞ്ഞാൽ ചെറിയ കുത്തൊന്നുമല്ല. അടുക്കളയിൽ നിന്ന് ഈ കത്തി കൊണ്ടുവന്ന് മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് വയറിലും നെഞ്ചിലുമൊക്കെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഞാൻ ഈ ആദ്യം പറഞ്ഞൊരു സംഭവം, ഇവിടെ ഈ വീട്ടിൽ ശരിക്കും പത്മാവതി അമ്മ എന്ന് പറയുന്ന അമ്മയും ശ്രീനഗറിലെ 9 നമ്പറാണ് ഈ വീട്ട് നമ്പർ. അമ്മയും അമ്മയുടെ മകനായ ഗോപനുമാണ് താമസിച്ചിരുന്നത്. ഗോപൻ നന്നായി മദ്യപിക്കുന്ന, കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ച് ശരിക്കും അവൻ്റെ ജീവിതം തുലച്ച ഒരാളാണ്. അങ്ങനെ 2 മാസത്തിന് മുമ്പ് പത്മാവതി അമ്മ മരണപ്പെട്ടു. ഈ അമ്മ എന്തായാലും മരിക്കുന്നതിന് മുമ്പ് ഒരു പുണ്യപ്രവൃത്തി ചെയ്തു. ഈ കാണുന്ന വലിയ വീടും ഒക്കെ അമ്മ പത്തനാപുരം ഗാന്ധി ഭവൻ്റെ പേരിൽ എഴുതി വെച്ചു. ശരിക്കും ഒരു നല്ല പുണ്യപ്രവൃത്തിയാണ്. കാരണം ഈ മകൻ്റെ ഈ നെറികെട്ട ജീവിതം അല്ലെങ്കിൽ വഴിവിട്ട ഈ ജീവിതം കാരണം അമ്മ ഒരു നല്ല കാര്യം ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ഇദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ തുടർന്ന് പിണങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വീട്ടിനുള്ളിൽ കഴിഞ്ഞ ദിവസം എന്നും ഈ വീടിനുള്ളിൽ മദ്യപാനമാണ്. കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നത് കൊണ്ട് തൊട്ടടുത്തടുത്ത് വീടാണ്. അതിതൊരു വീടാണ്, ഇതിൻ്റെ ബാക്കിലും വീടാണ്, ഈ വഴികളിലെല്ലാം വീടാണ്. പക്ഷേ ഇവിടെ എന്ത് നടന്നാലും ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസവും ഇവിടെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും വഴക്കുകളും ഒക്കെ കേട്ടപ്പോൾ അവർ സാധാരണഗതിയിലുണ്ടായ ഒരു വഴക്ക് എന്നതിനപ്പുറത്തേക്ക് ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇവിടെ ഈ വീടിനുള്ളിൽ ആ സമയത്ത് നമുക്കറിയാം, ഇപ്പോഴും ഇവിടെ ലൈറ്റെല്ലാം കത്തിക്കിടക്കുകയാണ്. ഇവിടെ ആരുമില്ല, വീടെല്ലാം പൂട്ടി ആളുകൾ പോയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഈ കർമ്മമൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ തന്നെ ഈ തെങ്ങിൽ അതിൻ്റെ പട്ടുമൊക്കെ കെട്ടിയിട്ടുണ്ട്. മകളുമൊക്കെ വന്നതാണ് കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് പോയതാണ്. ശരിക്കും ഈ വീട് ശരിക്കും ഇപ്പോൾ ഒരു പ്രേതാലയത്തിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ തന്നെ പറയാം. ഇവിടെ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ലത് പറയുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലുമില്ല. ബന്ധുക്കളായാലും നാട്ടുകാരായാലും അയൽവാസികളായാലും ഇവരൊക്കെ ഈ മധുവിനെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ്. മരിച്ച ഒരാളെക്കുറിച്ച് അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ നല്ല പ്രവൃത്തി ചെയ്താലല്ലേ ആളുകൾ നല്ലത് പറയും. ഇതാണ് മധുവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഈ അമ്മയെ, അതായത് ഈ മധുവിൻ്റെ അമ്മ പത്മാവതി എന്ന് പറയുന്ന അമ്മ വിദേശത്തായിരുന്നു. സൗദി അറേബ്യയിൽ ഏതാണ്ട് 30 കൊല്ലം കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ആ അമ്മ ഇവനെ പോറ്റി വളർത്തിയതും ഈ വലിയ വീടെല്ലാം വെച്ചതും. പക്ഷേ ഇവൻ നന്നായി മദ്യപാനശീലമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു തവണ നാട്ടുകാർ പറഞ്ഞത് ഈ അമ്മയെ തള്ളിയിട്ട് ഉപദ്രവിച്ചതിന് ശേഷം അമ്മയുടെ കഴുത്തിൽ കിടന്ന 5 പവൻ്റെ മാല പോലും പറിച്ചെടുത്ത് കൊണ്ടുപോയി മദ്യപിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോയെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ വേലി ചാടുന്നവന് കോലുകൊണ്ട് മരണം എന്ന് പറയുന്നത്. അവൻ്റെ അമ്മയോട് ഇത്ര ക്രൂരമായി ഇവൻ പെരുമാറിയെങ്കിൽ അവൻ്റെ കൂട്ടുകാർ കൊടുത്ത ഒരു ശിക്ഷയായിരിക്കണം ഈ ഒടുവിൽ കൂട്ടുകാരൻ്റെ കൊലക്കത്തിക്ക് ഇവന് ഇരയാകേണ്ടി വന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അങ്ങനെ അത്രത്തോളം മോശമായ രീതിയിൽ ആ അമ്മയോട് പെരുമാറിയതിൻ്റെ ഒരു ഫലമായിരിക്കാം അവനുണ്ടായ ഈ കൊലപാതകം, അല്ലെങ്കിൽ ഈ കൂട്ടുകാരൻ്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നത്. അതും സഹകുടിയൻ്റെ, അങ്ങനെ തന്നെ പറയാം, ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ്. ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ വീടിനകത്തേക്ക് നോക്കിയാൽ കുറേ ഒഴിഞ്ഞ കസേരകൾ, അതുപോലെ തന്നെ കുറച്ച് കുപ്പിയും വെള്ളം കുടിച്ച കുപ്പിയും ഈ മധുവിൻ്റെ തോന്നുന്നു ഒരു ചെരുപ്പൊക്കെ അവിടെ ഈ വരാന്തയിൽ കിടപ്പുണ്ട്. ഇവിടെ ഈ സമയത്ത് ഇവർ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഈ കേസിലെ പ്രതികളായിട്ടുള്ള 2 പേരുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു മധു, പിന്നെ ആനക്കാരൻ എന്ന പേരിൽ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു മധു, അതിനുശേഷം ഗോപൻ. ഈ ഗോപനാണ് കുത്തിയത്. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് ഈ വീട്ടിൽ സ്ഥിരമായി മദ്യപിക്കുമായിരുന്നു. ഈ സംഭവം നടന്ന ശേഷം ഈ റഫീഖാണ് കൊല്ലം പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് ഇങ്ങനൊരു വിവരം പറയുന്നത്. കൊല്ലത്ത് ഈ കടപ്പക്കടയിൽ ശ്രീനഗറിൽ 9 നമ്പർ വീട്ടിൽ
പത്മാവതി അമ്മയുടെ വീട്ടിൽ ഒരു കൊലപാതകം നടക്കുന്നു. മധു എന്നയാളെയാണ് കുത്തിയത്. ഈ കേസിലെ കക്ഷികൾ ഈ പറയുന്ന ഗോപൻ, കൂട്ടുകാരനായ ഗോപനാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോലീസിൽ വിവരമറിയിക്കുകയാണ്. അതിനുശേഷമാണ് പോലീസ് ഇവിടെ സ്ഥലത്തെത്തി ഈ വീട് മുഴുവൻ അരിച്ചു പറക്കി നോക്കിയപ്പോഴാണ് ഇത് കൊലപാതകമാണെന്നും ഇത് കൊലപാതകം നടന്നതെന്നും അത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നതൊക്കെ. അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്കകം പ്രതികളെ മുഴുവൻ കൊല്ലം SP പ്രദീപിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, ഈസ്റ്റ് പോലീസ് സംഘമാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു SI അനിൽകുമാർ, ഒരു വിപിൻ, അതുപോലെ ശബ്നം, അശോക് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപക്ഷെ ഈ കൊല്ലം പട്ടണത്തിൻ്റെ നടുവിൽ അർദ്ധരാത്രിയിൽ നടന്ന ഒരു കൊലപാതകത്തിൻ്റെ മുഴുവൻ പ്രതികളെയും പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി എന്നതാണ് ഈ മധുവിൻ്റെ കൊലപാതകത്തിലൂടെ പറയാനുള്ളത്. എന്തായാലും പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പോൾ പക്ഷേ ഇന്ന് പോലീസ് പ്രതികളെ റിമാൻഡ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഈ മരണപ്പെട്ട മധുവിൻ്റെ അയൽവാസികൾ പറയുന്നത് കേട്ട സത്യത്തിൽ അത്ഭുതം തോന്നിപ്പോൾ. തൊട്ടടുത്ത വീടാണ്. ഇനി നാട്ടുകാർ തന്നെ അവർ തന്നെ അയൽവാസി തന്നെ പറയട്ടെ, ശരിക്കും അവിടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും അറിയാറുണ്ടോ? ഞാൻ തുണി വയ്ക്കാൻ പോകുന്നേ സാറേ. അപ്പം ദിവസം ഇവിടെ തന്നെ ഒരു 5-6 പേരും വന്ന് വെള്ളം അടിക്കും, പോകും. സ്ഥിരം പരിപാടി തന്നെ. ആണല്ലേ? വഴക്കം ബഹളമൊക്കെ ഉണ്ടോ? വഴക്കും ബഹളം ശബ്ദമൊക്കെ ചില ദിവസങ്ങളിൽ കേൾക്കാം, ചില ദിവസം കേൾക്കത്തില്ല. പക്ഷെ അന്ന് സംഭവം നടന്നപ്പോൾ മറിഞ്ഞൂടായിരുന്നു. ഇത് കഥ പടച്ചു കഴിഞ്ഞാൽ പിന്നെ കേൾക്കത്തില്ല. പിന്നെ 10 മണിക്ക് ആരും പുറത്ത് ഇറങ്ങത്തില്ലല്ലോ. പുള്ളി സ്ഥിരം മദ്യപാനിയാ? സ്ഥിരം. ആരെങ്കിലും ഒരാൾ വീട്ടിൽ വരും, കൂട്ടുകാരിൽ കിട്ടും. വണ്ടിയൊക്കെ പുള്ളിയുടെയാണോ? വണ്ടിയൊക്കെ ചെടിയൊക്കെ? അതാണ് വണ്ടിയാണ്. പിന്നെ ഗിരീശനുണ്ട്, സന്ധ്യ ചേച്ചിയുടെ. അപ്പം ആ വണ്ടി ഇപ്പോൾ അവർക്കാണ് തോന്നുന്നു. ശരി. പുള്ളി ഈ മുമ്പ് അമ്മയൊക്കെ അടിക്കുക പണ്ടൊക്കെ ഉണ്ടായത്. മാല പൊട്ടിച്ചിട്ട് പോകുന്നുണ്ട്. മാല പൊട്ടിച്ച് അത് കേസൊക്കെ ഉണ്ട്. എന്തിനായിരുന്നു അത്? വെച്ച് പൈസയുടെ ഇടപാടായിരിക്കും. സ്വന്തം അമ്മയുടെ മാല പൊട്ടിച്ചിട്ട് പോയി. 5 പവൻ്റെ മാല അല്ലേ? 5 പവനോ 3.5 പവൻ്റെ തോന്നുന്നു. പിന്നെ തിരിച്ചു വന്ന് 1 വർഷം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന്. അത് എപ്പോഴും നടക്കുന്നയാ. വരും പോവും, വരും പോവും. അമ്മ എങ്ങനെ മരിച്ചു? അസുഖം ശരിക്കും ആള് സ്വാദ സാറേ, ആള് സ്വാദ. വെള്ളം അടിച്ചാലേ പ്രശ്നം. കൂട്ട് സെറ്റാണ് പോയി. ഈ ഇതിന്റെ കൊലപാതകത്തിലൊരു പ്രതി ഗോപൻ, പുള്ളി ഇവിടെ വരുന്ന കണ്ടുണ്ടോ? ഇതുവരെ കണ്ടില്ല. അമ്മ മരിച്ചിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് കൂടിയ ആളാ. ഓ, അത് ശരി. പിന്നെ നമ്മൾ ചോദിച്ചപ്പം തുണിയൊക്കെ തയ്ക്കാൻ തരും. ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് ചോദിക്കും. ഇത് മാമന്റെ മോനാന്ന് പറഞ്ഞു. അതേ അറിയത്തുള്ളൂ. പിന്നെ അവര് തമ്മിൽ നടന്നത് പക്ഷെ നമുക്ക് അറിഞ്ഞു. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വെളുക്ക വരെ ചീത്ത വിളിയാ. പിന്നെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറയണം നമുക്ക് അറിഞ്ഞൂടെ. എല്ലാം തന്നെ അതെല്ലാം ചെയ്യാലോ, എല്ലാം ചെയ്ത് അവരും മരിച്ചും പോയി. പിന്നെ ഒടിച്ച അമ്മ കാൽ 2 ഓപ്പറേഷൻ ചെയ്തതാ. ഇവൻ വലിച്ചെടുത്തിട്ട് കഴുത്തേ കിടന്ന് മാല പൊട്ടിച്ചോണ്ട് ഒരു കേസുണ്ടായിരുന്നു. ആ വഴിക്ക് അവൻ പോയതാ. പിന്നെ ഒരു 6-7 മാസത്തെ ഇല്ല മോനെ, 1 വർഷത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. കാര്യം ഇവിടെ ആരൊക്കെ വരുന്ന പോകുന്ന എനിക്കറിയത്തില്ല. കാര്യം ഈ വളവല്ല വരുന്നവർക്ക് അങ്ങനെ കയറിയത്. അവർക്കാണ് അതിൻ്റെ അവരില്ലല്ലോ. അവര് പകൽ ജോലിക്ക്. ഇവിടെ പകലെന്ന് പറഞ്ഞാൽ ഇല്ല അറിയാക്കത്തില്ല. ഒന്നും അറിഞ്ഞില്ല. ഇവർക്ക് പണം കിടപ്പുണ്ട്, പണവും ഉണ്ട്, സ്വർണ്ണവും ഉണ്ടായിരുന്നു. 10-32 ലക്ഷം ബാങ്കിൽ കിടപ്പുണ്ട്, സ്വർണ്ണവും ഉണ്ടായിരുന്നു. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. 10-30 വർഷമായിട്ട് ഗൾഫിൽ കിടന്ന് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അല്ല. അവര് ആരും അവരെ കുടുംബം എല്ലാം രക്ഷപ്പെട്ട്. എന്നാൽ അവരൊന്ന് കിടന്ന് പോരുന്ന ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ഈ കൊച്ചു കുറേ നാൾ നോക്കിയായിരുന്നു. പിന്നെ പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ ഇത് കൊടുത്തിരിക്കുക. അതറിഞ്ഞ് അത് കൊടുത്തതിൻ്റെ പേരിൽ അതിന് പോലും വേറൊന്നുണ്ടായിരുന്നു. അവിടുന്ന് ഒരു പെണ്ണിവിടെ ഉണ്ടായിരുന്നു. ഇത്രയുടെ ഒരു പെണ്ണിവിടെ ഉണ്ടായിരുന്നു. അമ്മയെ നോക്കാൻ കൊള്ളാം. അവൻ കേസ് കൊടുക്കുന്നു. എവിടെ നിന്നത്തെ കേസ് കൊടുക്കാനാ? അവൻ പറച്ചിലങ്ങ് നടക്കും. പക്ഷെ അമ്മ അത് ബുദ്ധിപൂർവ്വം നേരത്തെ ചെയ്ത്. ഇല്ല ആർക്കും വിഷമമില്ല. എല്ലാവർക്കും സന്തോഷം, ഹാപ്പി. അതെങ്ങനെ ചിലപ്പോൾ മനസ്സിലായില്ല. ഹാപ്പി. ഈ വഴിയിലോട്ട് ആരും വരത്തില്ല ഇവനെ പേടിച്ച്. ഇപ്പൊ എപ്പോഴും വെള്ളമടിച്ച് കഞ്ചാവടിച്ചിരിക്കുന്നില്ലേ. അവൻ മരിച്ചതിൽ അവർക്കും സന്തോഷം, നമുക്ക് സന്തോഷം. ആർക്ക്
ഇതാണ് ഇതാണ് ഇവിടുത്തെ സംഭവം. നാട്ടുകാർക്ക് പറയാനുള്ളത്. സാധാരണ ഒരാൾ മരിച്ചാൽ സങ്കടം നമുക്ക് ആ മരണത്തിൽ എന്തെങ്കിലും സങ്കടവും വിഷമവും തോന്നുന്നു. പക്ഷേ ഇവിടെ നാട്ടുകാരൊക്കെ ഹാപ്പിയാണ്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങളും ഈ പറയുന്ന നാട്ടുകാരുമൊക്കെ മനുഷ്യത്വമില്ലാത്തവരാണെന്ന് പറയരുത്. കാരണം ഇവന്റെ കാര്യത്തിൽ അവന് മനുഷ്യത്വം ലെവലേശം ഇല്ലാത്തത് കൊണ്ടാണ് നാട്ടുകാർ അങ്ങനെ പറയുന്നത്. സത്യം. കൊല്ലം കടപ്പാക്കട ഗാന്ധിനഗർ 9 പത്മാവതി അമ്മയുടെ മകൻ മധുവിൻ്റെ മരണം ഒരുപക്ഷെ ആസൂത്രിതമാണോ എന്ന് പോലും നാട്ടുകാർ സംശയിക്കുന്നു. അതിനവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ മധുവിൻ്റെ അമ്മ പത്മാവതി അമ്മ മരിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 2-3 മാസമായതേ ഉള്ളൂ ഈ മുഖ്യപ്രതി, അതായത് ഈ മധുവിൻ്റെ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കി അവൻ്റെ കൂട്ടുകാരൻ ഗോപൻ ഇവനൊപ്പം മധുവിനൊപ്പം കൂടിയിട്ട്. അതിലാണ് നാട്ടുകാർക്ക് ചില സംശയങ്ങൾ. ഒരുപക്ഷെ ആസൂത്രിതമായി കൊല ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തതാണോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. ഈ ആരെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ ആര് കൊട്ടേഷൻ കൊടുക്കും എന്നൊക്കെ ചില സംശയങ്ങൾ ഉണ്ടായേക്കാം. ഈ വസ്തുവും വീടും ഈ പത്മാവതി അമ്മ ഗാന്ധിഭവൻ എഴുതി കൊടുത്തതിൽ മക്കൾക്കൊക്കെ ചില അമർഷങ്ങളുണ്ടെന്ന് പൊതുവെ നാട്ടുകാർ പറയുന്നു. അത് സത്യവുമാണ്. അതിനെ ചൊല്ലി ഈ പറയുന്ന മധുവിന് പോലും അത് ഇഷ്ടമല്ലാതെ അമ്മയുടെ പേരിൽ കേസ് കൊടുക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അതുമാത്രമല്ല, പത്മാവതി അമ്മ മരിച്ചിട്ട് ആശുപത്രിയിൽ വീട്ടിൽ വെച്ചാണ് മരിക്കുന്നത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അതിനെ തുടർന്ന് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു വീട്ടിൽ വെച്ചുണ്ടാകുന്ന മരണമാണെന്ന് സ്ഥിരീകരിച്ച് അടക്കം സംസ്കരിക്കുകയായിരുന്നു. അതിലും നാട്ടുകാർക്ക് ചില സംശയങ്ങളുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് ഒരു 2-3 മാസത്തിന് മുമ്പേ ഉള്ള ഗൂഢാലോചനയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് നാട്ടുകാർ സംശയിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. എങ്കിൽ എന്തിന് മധുവിനെ കൊല്ലണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മുഖ്യപ്രതിയായ ഗോപൻ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ ആനക്കാരൻ മധുവിനെയും ഇവർ വിളിച്ചു വരുന്നത്. എന്തായാലും ഈ മധുവിൻ്റെ മരണത്തിൽ പ്രതികളെ മണിക്കൂറിനകം പോലീസ് കൈയോടെ പിടിച്ചെങ്കിലും ഈ മധു മരിച്ചതോടുകൂടി നാട്ടുകാരൊക്കെ വളരെ ഹാപ്പിയിലുമാണ്. ഒരാളുടെ മരണം ദുഃഖമായി ആളുകൾ നമ്മളെല്ലാവരും കാണുമ്പോൾ ഇവൻ ചെയ്ത പ്രവർത്തികൾ കാരണം നാട്ടുകാർ അതിൽ ഒരു ദുഃഖവുമില്ല, അവരൊക്കെ സന്തോഷത്തിലാണെന്ന് നാട്ടുകാരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വേലി ചാടുന്നവന് കോലുകൊണ്ട് മരണമെന്ന്. അങ്ങനെ ഒരു മരണമാണ് മധുവിനും സംഭവിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ.